ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നിതാ നമ്മൾ ഇവിടെ ഡാമിൽ ഷട്ടർ തുറന്നിട്ടുണ്ടെന്ന് അറിഞ്ഞിട്ട് അങ്ങനെ വന്നതാണ് കേട്ടോ. ഇത് ഭയങ്കരമായിട്ട് വെള്ളമുണ്ട്, നല്ലപോലെ അവർ തുറന്നിട്ടിട്ടുണ്ട് ഷട്ടർ. അപ്പോൾ അത് കാരണം നല്ല വെള്ളച്ചാട്ടം ഉണ്ട്. അപ്പോൾ അത് കാണാൻ വേണ്ടിയിട്ട് വന്നതാണ്. ആരും അങ്ങനെ ഇറങ്ങണമെന്നില്ല കേട്ടോ, എന്ന് വെച്ചാൽ കുറച്ച് ഒഴുക്കുണ്ട്. അപ്പോൾ അത് കാരണം ആരും അങ്ങനെ വെള്ളത്തിലോട്ട് ഇറങ്ങണില്ല, സൈഡിലൊക്കെ പോയിട്ട് നിൽക്കണുണ്ട്. ഇത് കുറച്ച് കലങ്ങിയ വെള്ളമാണ്. ഇപ്പോൾ മഴയും കൂടെ പെയ്ത കാരണം കുറച്ചൊരു കലക്കൽ പോലെയാണ് കാണുന്നത്. ഇനിയിപ്പോൾ കുറേ അങ്ങ് ഒഴുകി പോകുമ്പോഴത്തേനും നല്ല തെളിഞ്ഞ വെള്ളമാകും. ഇപ്പോൾ ആ മഴ പെയ്തതിൻ്റെ ചെളി അഴുക്കുമൊക്കെ പാറമേലൊക്കെ ഉള്ള കാരണം കുറച്ചൊരു കലക്കൽ പോലെ വരണത്. അവരെല്ലാം വേദൂസിന് വെള്ളത്തിൽ ഇറങ്ങിയില്ലെന്നും പറഞ്ഞ് ഭയങ്കര സങ്കടമായിരുന്നു. പക്ഷേ വെള്ളത്തിൽ ഇറങ്ങാനൊന്നും പറ്റില്ല, അത് ശരിക്കും സ്ലിപ്പാകണുണ്ട് അവിടെ. അതുകൊണ്ട് ആരും ഇറങ്ങണില്ല. അപ്പം അതിന് വേദൂസ് പിണങ്ങിയിരിക്കുകയായിരുന്നു വെള്ളത്തിൽ ഇറക്കിയില്ലെന്നും പറഞ്ഞ്. പിന്നെ ഇതാ നമ്മൾ അവിടുന്ന് കുറച്ചും കൂടെ ഇങ്ങോട്ട്, ഇതാണ് ശരിക്കും വെള്ളത്തിൻ്റെ ആ ഒരു ഡാമിൻ്റെ ഏരിയ ഇതാണ്. അപ്പോൾ ഇതാ നല്ല സ്പീഡിലാണ് വെള്ളം കേട്ടോ. ആരെയും താഴത്തോട്ടൊന്നും ഇറക്കണില്ല. അല്ലാത്ത സമയം നമുക്ക് അങ്ങോട്ട് ഇറങ്ങാമായിരുന്നു. പക്ഷേ ഇപ്പോൾ അവർ ഷട്ടറൊക്കെ ഒരുപാട് തുറന്ന കാരണം വെള്ളം ഒരുപാടുണ്ട്. അപ്പോൾ താഴത്തേക്കൊന്നും ആർക്കും ഇറങ്ങാൻ പറ്റില്ല. എല്ലാവരും പൊക്കത്തിൽ നിന്ന് ഇങ്ങനെ കാണുക. പിന്നെ ഒത്തിരി കച്ചവടക്കാരുണ്ട്. അപ്പോൾ ഈ മഴ സമയത്തൊക്കെ അവർക്ക് ഭയങ്കര കച്ചവടമാണ് കേട്ടോ. എന്താണെന്ന് വെച്ചാൽ എല്ലാവരും ഡാമിൻ്റെ അവിടെ വെള്ളം വന്നത് കാണാനും ഷട്ടർ തുറന്നത് കാണാനും ഒക്കെ വരണ കാരണം ഐസ്ക്രീം, ചോളം, പിന്നെ നമ്മുടെ മറ്റേ സവോളയുടെ ബജി, അതിനൊക്കെ ഭയങ്കര കച്ചവടമാണ്. ഒത്തിരി കച്ചവടക്കാരുണ്ട്. വണ്ടിക്ക് പോകാൻ സ്ഥലമില്ല, ആകപ്പാടെ ബഹളമാണിപ്പോൾ. ഒത്തിരി കച്ചവടക്കാരുണ്ട്, അവർക്ക് നല്ല കച്ചവടമാണ് കേട്ടോ. എന്നുവെച്ചാൽ ഈ സൈഡിൽ മഴയാണെങ്കിലും ഇങ്ങനെ ഷീറ്റൊക്കെ വലിച്ചവർ കെട്ടി റെഡിയാക്കി വെച്ചിരിക്കണതുകൊണ്ട് നനയാതെ അവിടെ ഇരിക്കാം നമുക്ക്. പിന്നെ ആ വെള്ളത്തിൻ്റെ പറ്റയായത് കാരണം എല്ലാവർക്കും ഒരു രസം എന്നുള്ള രീതിയിൽ. പക്ഷേ ഞങ്ങളിരുന്നൊന്നുമില്ല കേട്ടോ, എനിക്കത് കണ്ടപ്പോൾ തന്നെ പേടിയാണ്. ജസ്റ്റ് അങ്ങോട്ടൊന്ന് സ്ലിപ്പായാൽ വെള്ളത്തിൽ വീഴും. ഞങ്ങളിതാ ഈ കാന്തബജി മേടിച്ചിട്ട് അതിൻ്റെ കൂടെ അതിൻ്റെ ഒരു ചട്നി ഉണ്ടായിരുന്നു. പിന്നെ ഇത് നമ്മുടെ ഇല ഇട്ടിട്ട്, അതാണത് മറ്റേ മല്ലിയില അങ്ങനത്തെ എന്തോ ഇട്ടിട്ടുള്ളതാണ് ആ കാന്തബജി. അതിന് വലിയ ചിലവില്ലാന്ന് തോന്നുന്നു. മറ്റത് ഞങ്ങൾ മേടിച്ച സൈസിന് ഒത്തിരി ആൾക്കാർ വരുന്നുണ്ട്. ഞങ്ങളൊരു 5 മിനിറ്റ് നിന്നിട്ടാണ് കിട്ടിയത്. ദേവൂട്ടന് ചോളം കൊടുത്താനിട്ട് അത് മുഴുവനായിട്ടും കൊടുത്തെന്ന് അവൻ എന്തായാലും താഴെ ഇടുക. കാരണം കുറച്ചൊക്കെ കഴിച്ചിട്ട് പിന്നെ അങ്ങനെ കയ്യിൽ പിടിക്കാൻ കൊടുത്തതാണ്. കരയണ കാരണം അങ്ങനെ കുറച്ച് നേരമൊക്കെ അതൊക്കെ കടിച്ചുകൊണ്ടൊക്കെ ഇരുന്ന്. പിന്നെ ഞങ്ങൾ മീൻ എന്തെങ്കിലും വാങ്ങാമെന്നും പറഞ്ഞിട്ട് അവിടെ മാർക്കറ്റിലേക്ക് പോയതാണ് കേട്ടോ. അപ്പോൾ നല്ല സൂപ്പർ ചെമ്മീൻ കിടപ്പുണ്ടായിരുന്നു. പക്ഷേ ഭയങ്കര വിലയാണ് ചെമ്മീൻ. 560, 600 പറയണം 1 കിലോയ്ക്ക്. അതുകൊണ്ട് ചെമ്മീനൊന്നും ഞങ്ങൾ വാങ്ങിയില്ല. നല്ല ചെമ്മീനാണ്, പക്ഷേ പിന്നെ ഉള്ളത് നങ്കാണ് കേട്ടോ. നങ്ക്, സിലോപ്പിയ, അയിലയും ഇത്തിരി ഉടവായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ നങ്കാ മേടിച്ച കേട്ടോ. നങ്ക് അത്യാവശ്യം വലിയ നങ്കാണ്. അത് 1 കിലോ 400 പറഞ്ഞത്. അപ്പോൾ ഞങ്ങൾ പിന്നെ 1/2 കിലോ നങ്ക് വാങ്ങിച്ച് അത് പിന്നെ ഞാൻ തന്നെ ക്ലീൻ ചെയ്തെടുത്ത് തന്നെ. പിന്നെ പുള്ളിക്കാരൻ തൊലി പൊളിച്ച് കട്ട് ചെയ്ത് തന്ന്. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. മീനൊക്കെ വാങ്ങി ഞങ്ങൾ പെട്ടെന്ന് പോയി. അപ്പോൾ ടാറ്റാ.